يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة المؤمنون، أوصيكم وإياي أولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما أمر الله به والامتناع عما نهى الله عنه. قال الله تبارك وتعالى في محكم كتابه العزيز: أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. ബഹുമാന്യരായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച റബീഉൽ അവ്വൽ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനുഷ്ഠാനപരമായി പ്രത്യേക കർമ്മങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു മാസമാണ് റബീഉൽ അവ്വൽ. ചരിത്രപരമായ പ്രാധാന്യമാണ് വ്യക്തികൾക്ക് ഇസ്ലാം ഏത് സന്ദർഭങ്ങളിലും നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ട്രഡീഷണൽ മെത്തഡോളജി, അതിൻ്റെ ഒരു പരമ്പരാഗതമായ ബോധന രീതി, അതല്ല ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സാധാരണ ചരിത്രം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വാക്കിന് അറബിയിൽ താരീഖ് എന്നാണ് പറയുക. താരീഖ് എന്ന് പറയുന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഡേറ്റ്, തീയതി എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. പക്ഷേ ഈ താരീഖ് എന്ന് പറയുന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ ചരിത്രം എന്ന് പറയുന്ന പ്രയോഗത്തിന് എവിടെയും ഉപയോഗിച്ചിട്ടില്ല. എന്നല്ല, പദം തന്നെ ഖുർആനിലില്ല. താരീഖ് എന്ന് പറയുന്ന ചരിത്രത്തിന് ഉപയോഗിക്കുന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ എവിടെയും പരാമർശിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ ഖുർആൻ മറ്റൊരു പ്രയോഗമാണ് പൊതുവായി ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഖസസ് എന്ന് പറയുന്ന വാക്കാണ്. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ തന്നെ പേര് സൂറത്തുൽ ഖസസ് എന്നാണ്. ഇന്ന അഹ്സനൽ ഖസസി
എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ചരിത്രം എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ചരിത്രം എന്ന് പറയുന്ന വാക്കിന് താരീഖ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കാതിരിക്കുകയും ഖസസ് എന്ന് പറയുന്ന വാക്ക് ഖുർആൻ ധാരാളമായി ഉപയോഗിക്കുകയും ചെയ്തത് ഖുർആനിലെ ഒന്നും യാദൃശ്ചികമല്ല. തീർച്ചയായും ഇതും യാദൃശ്ചികമല്ല. താരീഖ് എന്ന് ചരിത്രത്തിന് ട്രഡീഷണലായി ഉപയോഗിക്കുമ്പോൾ, സാധാരണ ചരിത്രം എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തിയുടെ ചരിത്രം പറയുമ്പോൾ ആ വ്യക്തിയുടെ ജനനം ഇന്ന തീയതിയിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചരിത്രം ആരംഭിക്കുക. അങ്ങനെ പറഞ്ഞ് ഇന്ന തീയതിയിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാണ് അത് അവസാനിക്കുക. എന്നാൽ ഒരു തീയതിയിൽ നിന്ന് ആരംഭിച്ച് മറ്റൊരു തീയതിയിൽ അവസാനിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ചരിത്രം. സാധാരണഗതിയിൽ ഒരു സമൂഹത്തിന്റെ, ഒരു ഭരണകൂടത്തിന്റെ, ഒരു ജനതയുടെ ചരിത്രവും അങ്ങനെ തന്നെയാണ്. അപ്പൊ അമവിയ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അമവിയ ഭരണകൂടം ഹിജ്റ ഇന്ന വർഷം മുതൽ ആരംഭിച്ച് ഇന്ന വർഷത്തിൽ അത് അവസാനിച്ച് അബ്ബാസിയ ഭരണകൂടം ആരംഭിച്ചു എന്നാണ് പറയാം. അപ്പൊ അതിനൊക്കെ ഒരു തീയതിയുണ്ട്, ഒരു വർഷമുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനിൽ വ്യക്തികളുടെ ചരിത്രം പറയുമ്പോൾ എവിടെയും, ഇപ്പൊ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ചരിത്രം പറഞ്ഞ പ്രവാചകനാണല്ലോ മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടിക്കാലം മുതൽക്കുള്ള ചരിത്രം ഖുർആനിൽ പറയുന്നുണ്ട്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. യഹ്യാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനനത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ പ്രവാചകന്മാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്? ഇത് ഖുർആനിൽ എവിടെയും കാണാൻ പറ്റൂല. ഒരു പ്രവാചകന്റെയും ഒരു വ്യക്തിയുടെയും ജനന തീയതി എന്താണെന്ന് ഖുർആനിൽ പരാമർശിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഡെത്ത് ഓഫ് ഡേറ്റ് ഏതാണ് എന്നുള്ളതും ഖുർആനിൽ നമുക്ക് എവിടെയും കാണാൻ പറ്റൂല. കാരണം വിശുദ്ധ ഖുർആൻ ചരിത്രത്തിന് അങ്ങനെയുള്ള ഒരു രീതിയല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന പരമ്പരാഗതമായ ചരിത്ര ബോധന രീതി വിശുദ്ധ ഖുർആനിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റൂല. ഗാന്ധിജിയുടെ ചരിത്രം പറയുമ്പോൾ ഗാന്ധിജി ഇന്ന ഡേറ്റിൽ ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ചരിത്രം ആരംഭിക്കുക. എന്നിട്ട് ഇന്ന ഡേറ്റിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറഞ്ഞാണ് അത് അവസാനിക്കുക. എന്നാൽ ഇസ്ലാമിന്റെ ചരിത്ര വിശകലന രീതിയിൽ ഡേറ്റുകൾക്ക് പ്രസക്തിയില്ല. അതുകൊണ്ടായിരിക്കാം അള്ളാഹുവിന്റെ ഖുർആൻ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം വിശദമായി പറഞ്ഞിട്ടും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഒരുപക്ഷെ സമ്പൂർണമായി ഖുർആനിൽ പരാമർശിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 111 ആയത്തുകളുള്ള ആ സൂറത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സമ്പൂർണ്ണ ജീവചരിത്രമാണ്. പക്ഷേ ആ സമ്പൂർണ്ണ ജീവചരിത്രം പറയുന്നിടത്ത് എവിടെയും എന്നാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജനിച്ചത്, എന്നാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന ഒരു ഡേറ്റ് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സന്ദർഭമായിട്ടും ആ ദിവസത്തിൽ സവിശേഷമായി എന്തെങ്കിലും പ്രത്യേക കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കാതിരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഷ്ഠാനം എന്ന നിലക്ക് പഠിപ്പിക്കപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ. അത് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടതല്ല, അത് തിങ്കളാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ ജനിച്ചത് തിങ്കളാഴ്ച ദിവസത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ദിവസം നോമ്പ് നോൽക്കണം. അഥവാ തിങ്കളാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിന്റെ കാരണം എന്ത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത് ഫീഹി ഉലിത്തു, ആ ദിവസത്തിലാണ് ഞാൻ ജനിച്ചത് എന്നായിരുന്നു. ആ ഒരു പ്രത്യേകത മാറ്റി നിർത്തി കഴിഞ്ഞാൽ അനുഷ്ഠാനപരമായി അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏക കാര്യം ഇത് മാത്രമാണ്. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രത്യേക അനുഷ്ഠാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. പക്ഷെ അതൊക്കെ ആയിരിക്കെ തന്നെ റബീഉൽ അവ്വൽ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ളതാണ്. പക്ഷെ ഇസ്ലാമിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
നമ്മൾ അനിവാര്യമായും അറിയുകയും മനസ്സിലാക്കുകയും പ്രായോഗികവൽക്കരിക്കുകയും ഒക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളല്ല പലപ്പോഴും റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ ചർച്ച ചെയ്യാറുള്ളത് എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു പോരായ്മ കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ റബീഉൽ അവ്വൽ തന്നെ കടന്നു വരുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൈവശമുണ്ടെന്നും അത് ഈ കഴിഞ്ഞ വർഷത്തിനിടയിൽ 1/2 സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു എന്നുള്ളതുമാണ്. അല്ലേ? ഈ റബീഉൽ അവ്വലിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശം ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൈവശമുണ്ട്. ആ പറയുന്നത് തന്നെ കള്ളത്തരം. എന്നിട്ട് അതിന്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അതിനേക്കാൾ ഭീകരമായ നുണകൾ ഒന്നിന് പിറകെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് 1/2 സെന്റിമീറ്റർ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറുകൾ എന്ന് പറയുന്നത് ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഇസ്ലാമിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ആസാറുകൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബികൾ അതിന്റെ ഗൗരവത്തിൽ കാണുകയും ചെയ്തിരുന്നു എന്നുള്ളതിന് ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതല്ല നമ്മുടെ വിഷയം. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇതൊന്നുമല്ല. ഇത് പല വിധത്തിലുള്ള താല്പര്യങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ആസാറിൽപ്പെട്ട മുടിയാണ് എന്ന് ഒരു വിധത്തിലും തെളിയിക്കപ്പെടാത്ത ചില കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് സാമ്പത്തികമായ താല്പര്യങ്ങളെ വളരെ കൃത്യമായി മുന്നിൽ വെച്ചുകൊണ്ട് അതിന്റെ വളർച്ചയെക്കുറിച്ചും അതിന്റെ അനക്കത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണോ റബീഉൽ അവ്വലിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം? ഇതാണോ റബീഉൽ അവ്വലിന്റെ പ്രത്യേകത? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന ഈ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഗുരുതരമായ ഒരു കാര്യം വേറല്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാൻ പറ്റുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന കദിബൻ അലയ്യ ലൈസ കദിബി അലാ അഹദിൻ. എന്നെ കുറിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞാല് മറ്റുള്ളവരെ കുറിച്ച് കളവ് പറയുന്നത് പോലെയല്ല. കളവ് പറയുക എന്നത് തന്നെ ഇസ്ലാമിൽ അങ്ങേയറ്റം വലിയ തെറ്റാണ്. അത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കളവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങേയറ്റം കൊടും കുറ്റകൃത്യമാണ്. മാപ്പർഹിക്കാത്ത ഒരു ന്യായീകരണവുമില്ലാത്ത കുറ്റകൃത്യമാണത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. എന്നെ കുറിച്ച് ഒരാള് മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവന്റെ പാർപ്പിടം, അവന്റെ മഖ്അദ് നരകമാണെന്ന് അവൻ ഉറപ്പിച്ചുകൊള്ളട്ടെ, ഒരു സംശയവും വേണ്ടതില്ല എന്ന് ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുമ്പോ ഇതിന്റെ ഗൗരവവും ഇതിന്റെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഇത്തരം അധ്യാപനങ്ങളുമൊക്കെ എത്രമാത്രം ഗൗരവത്തിൽ പരിഗണിച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാണ് ഒന്നാമതായി ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിത സന്ദേശങ്ങൾ ലോകത്ത് ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും ഏത് സമൂഹത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും അവിടെയെല്ലാം പ്രസക്തമാണ്, ഗൗരവപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത് 7-ാം നൂറ്റാണ്ടിലെ അറബികളോടാണ്. 7-ാം നൂറ്റാണ്ടിലെ അറബികളോടാണ് അള്ളാഹുവിന്റെ റസൂൽ സംസാരിച്ചതെന്നും അതുകൊണ്ട് 7-ാം നൂറ്റാണ്ടിലെ ജനങ്ങളോട് സംസാരിച്ച ആ അധ്യാപനങ്ങൾ 21-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാധുനികതയ്ക്ക് യോജിക്കുന്നതല്ലെന്നും അതുകൊണ്ട് ഹദീസുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും ഈ കാലഘട്ടത്തിൽ ഒരു പ്രാധാന്യവുമില്ല, ഒരു പ്രസക്തിയുമില്ല എന്ന പ്രചരണം വളരെ ശക്തിപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ചില ആളുകൾ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ റബീഉൽ അവ്വലിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? മുസ്ലിം ഉമ്മത്ത് എന്നല്ല മനുഷ്യ സമൂഹം ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ, ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്നു പോകുമ്പോ അത്തരം പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് വിജയകരമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. ആ വഴിയാണ് സുന്നത്ത് അല്ലെങ്കിൽ ഹദീസ് എന്നൊക്കെ പറയുന്നത്.
അതൊന്നും നമ്മൾ മനസ്സിലാക്കാതെ, അതിനെക്കുറിച്ചൊന്നും ഗൗരവത്തിലുള്ള ചർച്ചകൾ നടത്താതെ, ഇസ്ലാമിന് നേരെയും മുസ്ലിം ഉമ്മത്തിന് നേരെയും ഹദീസുകൾക്ക് നേരെയും അതുപോലെ തന്നെ സുന്നത്തിന് നേരെയും ഒക്കെയുള്ള ശക്തമായ പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഒരാൾക്കും ഒരു പ്രശ്നമേ ആകുന്നില്ല. അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നില്ല. മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തരമായ വേദികളിൽ അതിനെക്കുറിച്ചുള്ള ഗൗരവപ്പെട്ട ആലോചനകൾ നടക്കുന്നില്ല. ഇതൊന്നും നടക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇത്തരം ചർച്ചകളിൽ ഇത് പരിമിതപ്പെടുന്നത് എന്ന് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന കാര്യം. നമുക്കറിയാം അള്ളാഹുവിന്റെ റസൂൽ ആരായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ജീവിത സന്ദേശം എന്താണ്? അള്ളാഹുവിന്റെ റസൂല് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനായി പോയത് എന്നത് ആ കാലഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മനുഷ്യനായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ശാരീരികമായ രൂപഭാവങ്ങളുള്ള, നമ്മളെപ്പോലെ വൈകാരികതകളുള്ള, നമ്മളെപ്പോലെ സാമ്പത്തിക ആവശ്യങ്ങളുള്ള, നമ്മളെപ്പോലെ കുടുംബ ജീവിതത്തിന് ആവശ്യമുള്ള, നമ്മളെപ്പോലെ ജനിച്ച, നമ്മളെപ്പോലെ മരണപ്പെട്ട, നമ്മളെപ്പോലെ കല്യാണം കഴിച്ച, നമ്മളെപ്പോലെ മക്കൾ ഉണ്ടാക്കിയ, നമ്മളെപ്പോലെ കച്ചവടം ചെയ്ത, നമ്മളെപ്പോലെ സംസാരിച്ച, നമ്മളെപ്പോലെ ഭക്ഷണം കഴിച്ച, നമ്മളെപ്പോലെ മലമൂത്ര വിസർജനം നടത്തിയ, നമ്മളെപ്പോലെ കിടന്നുറങ്ങിയ, നമ്മളെപ്പോലെ എഴുന്നേറ്റ, നമ്മളെപ്പോലെ പല്ല് തേച്ച, നമ്മളെപ്പോലെ മുടി ചീകിയ, നമ്മളെപ്പോലെ ചെരുപ്പ് ധരിച്ച, നമ്മളെപ്പോലെ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. ഈ കാര്യത്തിൽ ഒരു സംശയമല്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഒരു അസാധാരണത്വമുണ്ട്. നമുക്കൊന്നുമില്ലാത്ത ഒരു സവിശേഷത അള്ളാഹുവിന്റെ റസൂലിനുണ്ട്. ആ സവിശേഷത വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹിയ ഇല്ലാ വഹയ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മനുഷ്യനായിരിക്കെ തന്നെ പടച്ചതമ്പുരാൻ റസൂലിന് നൽകിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വഹ്യ് നൽകിയിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഹയിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ ഓരോ സന്ദർഭത്തിലും ജനങ്ങളോട് നിരന്തരമായി സംസാരിക്കുകയും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് വഹയ് ലഭ്യമാവുക എന്ന അസാധാരണത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തമായി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ തന്നെ വളരെ ഖണ്ഡിതമായി നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ആ വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ മറ്റു ചില സവിശേഷതകൾ കൂടി വഹയിന്റെ അടിസ്ഥാനത്തിലുള്ള സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം ആയിരിക്കെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യനായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, വഖാലു മാ ലിഹാദർ റസൂൽ യഅകുലു തആമ വയംശി ഫിൽ അസ്വാഖ്. എന്തൊരു പ്രവാചകനാണ്! ഇങ്ങനെയുണ്ട് ഒരു പ്രവാചകൻ, അങ്ങാടികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഭക്ഷണം കഴിക്കും പോലെ ഭക്ഷണം കഴിക്കുന്ന, ജനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളിലും ഏർപ്പെടുന്ന ഒരു പ്രവാചകനോ? ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടാകുമോ എന്ന് ആ ജനവിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനവിഭാഗത്തിന്റെ ഓരോ മാനുഷിക പ്രശ്നങ്ങളിലും നിരന്തരമായി ഇടപെട്ടുകൊണ്ട് അവരിൽ ഒരാളായി റസൂൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത് ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ്. ഹിറാ ഗുഹയിൽ റസൂൽ ധ്യാനമിരിക്കുന്ന സന്ദർഭത്തിലാണ്. ആ ധ്യാനം ചിലപ്പോ ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങളാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ടാണ് ആ ഗുഹാമുഖത്ത് ജീവിക്കുന്ന പ്രവാചകന് ഭക്ഷണവും ആവശ്യമായ വെള്ളവും മറ്റു സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ മുമ്പ് ഒരുപാട് സമയം ആ ഗുഹയിൽ ധ്യാനമിരിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്നു. നുബുവത്ത് കിട്ടി. ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഓതിക്കൽപ്പിച്ചുകൊണ്ട് വഹയിന്റെ സന്ദേശം നൽകി അള്ളാഹുവിന്റെ നുബുവത്ത് പ്രവാചകന് നൽകിയ ആ സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി വന്നു. വീട്ടിലേക്ക് ഇറങ്ങി വന്ന പ്രവാചകൻ പിന്നെ ഈ ഭൂമി ലോകത്ത് 23 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. അതില് 13 കൊല്ലം മക്കയിലാണ്, 10 കൊല്ലം മദീനയിലാണ്. ഈ 23 കൊല്ലത്തിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തവണ പോലും ആ ഹിറാ ഗുഹയിലേക്ക് രണ്ടാമത് തിരിച്ചു പോയിട്ടില്ല. അങ്ങനെ ഒരു ചരിത്രം നമുക്ക് എവിടെയും വായിച്ചെടുക്കാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് ഒരു തവണ പോലും ഹിറാ ഗുഹയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. എന്തുകൊണ്ടാണ് റസൂല് പോകാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതിന് 2 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന് അങ്ങനെ പോകണമെന്ന് തോന്നിയിട്ടുണ്ടാവില്ല. രണ്ടാമത്തേത്, അങ്ങനെ പോകാൻ റസൂലിന് പിന്നെ സമയം കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിന് റസൂലായതിനു ശേഷം പിന്നെ ഗുഹയിൽ പോയിരിക്കാനും ആ ഗുഹ സന്ദർശിക്കാൻ പോലും അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ജീവിതത്തിനിടയിൽ പിന്നെ സമയം കിട്ടിയിട്ടില്ല. കാരണം റസൂൽ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 100 കൂട്ട പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ട്, ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, നാഗരികതയുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്, അവരുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്, അവരുടെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് 100 കൂട്ടം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് അവരിൽ ജീവിക്കേണ്ട റസൂലിന് പിന്നെ ആ ഗുഹയിലേക്ക് രണ്ടാമതൊന്ന് എത്തി നോക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല എന്നതാണ് ആ റസൂലിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക. അത്രമാത്രം റസൂല് ജനങ്ങൾക്കിടയിലായിരുന്നു. പ്രവാചകൻ, റിസാലത്തുള്ള ഒരു വ്യക്തി, നുബുവത്തുള്ള ഒരാള് എന്നൊക്കെ പറയുമ്പോ നമ്മുടെ മനസ്സിലുള്ള ഒരു ചിത്രം ഉണ്ടല്ലോ. എന്തൊക്കെയോ മനുഷ്യരുമായി ബന്ധമില്ലാത്ത ചില ഹാവഭാവങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെയായി ഒരു പ്രത്യേകമായ ആരാധനാ കേന്ദ്രത്തിൽ ഇങ്ങനെ ഇരുന്ന് തന്നെ സന്ദർശിക്കാൻ വരുന്ന ഭക്തജനങ്ങളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അവരനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഇതാണോ പ്രവാചകൻ എന്ന് ഒരുപക്ഷെ പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ചിത്രം ഓടി വരും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയല്ല. അള്ളാഹുവിന്റെ റസൂൽ ജനങ്ങൾക്കിടയിലാ ജീവിച്ചത്. റസൂൽ അങ്ങാടിയിലുണ്ട്, റസൂൽ പള്ളിയിലുണ്ട്, റസൂൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നിടത്തുണ്ട്, റസൂൽ യുദ്ധക്കളത്തിലുണ്ട്, റസൂൽ പോരാട്ട ഭൂമിയിലുണ്ട്, റസൂൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം വ്യവഹാര മണ്ഡലങ്ങളും ഭൂമികളും ഉണ്ടോ അവിടൊക്കെ റസൂലുണ്ട്. അങ്ങനെ റസൂൽ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോ ആ റസൂലിനെ നോക്കിക്കൊണ്ടാണ് അവര് ചോദിക്കുന്നത്, മാലിഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകനാ, ഇങ്ങനെയുണ്ടൊരു റസൂല്. അങ്ങാടിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മളൊക്കെ മഞ്ചേരി ടൗണിൽ കൂടെ അങ്ങനെ നടന്നു പോകുമ്പോ ആ മഞ്ചേരി ടൗണിൽ നമ്മുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു റസൂല്, ഇത് ചിന്തിക്കാൻ കഴിയോ? അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെയാണ് മക്കയിലുള്ള ജനങ്ങൾ കാണുന്നത്. ആ റസൂലിനെയാണ് മദീനയിലുള്ള തെരുവുകളിൽ ആ ജനങ്ങൾ കാണുന്നത്. ആ കണ്ട റസൂലിനെ കുറിച്ചാണ് അവർ ചോദിക്കുന്നത്, ഇതെന്തൊരു പ്രവാചകനാണ്? അങ്ങാടികളിലൂടെ നടക്കുന്ന പ്രവാചകനോ, ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനോ എന്ന് ചോദിക്കുമ്പോ സൂറത്തുൽ ഫുർഖാനിൽ പടച്ചതമ്പുരാൻ ആ ചോദ്യത്തിന്റെ മറുപടി നൽകുന്നുണ്ട്. വമാ അർസൽനാ ഖബ്ലക മിനൽ മുർസലീന, ഈ പ്രവാചകൻ താങ്കളുടെ മുമ്പ് ധാരാളം പ്രവാചകന്മാരെ ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുണ്ട്. ഇല്ലാ അന്നഹും ലയഅകുലൂന തുആമ വയംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടികളിലൂടെ നടക്കാത്ത ജനങ്ങൾ ഭക്ഷണം കഴിക്കും പോലെ ഭക്ഷണം കഴിക്കാത്ത ഒരു പ്രവാചകനെയും ഈ ഭൂമി ലോകത്ത് അല്ലാഹു നിയോഗിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാല് 1,25,000 വരുന്ന പ്രവാചകന്മാരെ ഈ ലോകത്ത് പല കാലഘട്ടങ്ങളിൽ പല സമൂഹങ്ങളിലായി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രവാചകന്മാരും ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെട്ട് അവരിൽ ഒരാളായി ജീവിച്ചവരായിരുന്നു. അതല്ലാതെ പ്രത്യേകമായ ഒരു കേന്ദ്രങ്ങളിൽ ഇരുന്ന് തങ്ങളുടേതായ ചില ആത്മീയമായ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിലകൊണ്ട വ്യക്തിത്വങ്ങളായി ഒരു പ്രവാചകനും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചോദ്യത്തിന്റെ ഉത്തരമായി സൂറത്തുൽ ഫുർഖാനിലെ 20-ാമത്തെ ആയത്തിൽ പടച്ചതമ്പുരാൻ മറുപടി പറയാൻ. ഖുർആനിൽ പരാമർശിച്ച ഏത് പ്രവാചകന്മാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെല്ലാം ജനകീയമായ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അവരിൽ ഒരാളായി ജീവിച്ചവരായിരുന്നു. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്.
അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടല്ല പ്രവാചകന്മാർ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. അത്ഭുതങ്ങൾ പ്രവാചകന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. നബുവത്തിന്റെയും റിസാലത്തിന്റെയും അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. ആ മുഅ്ജിസത്ത് ഒരു അനിവാര്യതയായിരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും ഏതോ അളവിലുള്ള മുഅ്ജിസത്തുകളുണ്ട്. പക്ഷേ മുഅ്ജിസത്തുകളല്ല അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ഉപാധിയായി ഓരോ പ്രവാചകന്മാരും കണ്ടത്. അതിനപ്പുറം അവരുടെ കൈവശമുള്ള ഹക്കുണ്ടല്ലോ, അവരുടെ കൈവശമുള്ള ശരീഅത്തിന്റെ ഹക്കിന്റെ സന്ദേശം ഉണ്ടല്ലോ, അവരുടെ കൈവശം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ റിസാലത്തിന്റെയും നബുവത്തിന്റെയും സന്ദേശമുണ്ട്. അത് ചിലപ്പോ കിതാബുകളായി, ചിലപ്പോ ഏടുകളായി, ചിലപ്പോ സംസാരങ്ങൾ മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ സന്ദേശങ്ങൾ പിടിച്ചുകൊണ്ടാണ്, ആ സന്ദേശങ്ങളുടെ കരുത്തുകൊണ്ടാണ് ഓരോ പ്രവാചകന്മാരും അതത് കാലഘട്ടത്തിലുള്ള ജനങ്ങളോട് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ ചോദിക്കാണ്, വഖാലു ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ ഔ തകൂന ലക ജന്നത്തുൻ മിൻ നഖീലിൻ ഔ ഇനബിൻ ഫതുഫജ്ജിറ അൽ അൻഹാറ ഖിലാലഹാ തഫ്ജീറ ഔ തുസ്ഖിത السماء كما زعمت علينا كسفا ഔ തഅതി ബില്ലാഹി വൽ മലായികതി ഖബീല ഔ യകൂന ലക ബൈത്തുൻ മിൻ സുഹുറുഫിൻ ഔ തർഖാ ഫി السماء വലൻ നുഅ്മിന ലിറുഖിയിക ഹത്താ തുനസ്സില അലൈനാ കിതാബൻ നഖറഉ ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറർ റസൂലാ. എന്താ അവർ പറയുന്നത്? ലൻ നുഅ്മിന ലക ഹത്താ തഫ്ജുറ ലനാ മിനൽ അർളി യംബുഅ. ഈ നിന്ന നിൽപ്പിൽ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വല്ലാതെ വെള്ളത്തിന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ കൃഷിസ്ഥലങ്ങൾ നനക്കുവാൻ വെള്ളമില്ല, ഞങ്ങൾക്ക് കുടിക്കുവാൻ ആവശ്യമായ വെള്ളമില്ല. അങ്ങനെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഈ കൊടും മരുഭൂമിയിലൂടെ ഒരു മനോഹരമായ വെള്ളമൊഴുകുന്ന ഒരു അരുവി ഞങ്ങളുടെ മുമ്പിൽ ഒഴുക്കിങ്ങനെ കാണിച്ചു തന്നാൽ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കാം. ഒന്നാമത് പറയാണ് അവര്. രണ്ടാമത് വീണ്ടും അവര് പറയാണ്, ഈ തെരുവിലൂടെ ഒരു മനോഹരമായ ഒരു തോട്ടം, ഈത്തപ്പഴവും മുന്തിരിയും ഒക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന മനോഹരമായ ഒരു തോട്ടം, ആ തോട്ടത്തിന്റെ ആ നടുവിലൂടെ ഒഴുകുന്ന ഒരു നദി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിച്ചു തന്നാൽ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. അതുമല്ലെങ്കിൽ ഈ നിന്ന നിൽപ്പിൽ ആകാശത്തിന്റെ ഒരു കഷ്ണം ഞങ്ങളുടെ മേൽ പൊട്ടി വീഴുന്ന അത്ഭുതം കാണിച്ചു തന്നാൽ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. ഇനി അതുമല്ലെങ്കിൽ അള്ളാഹു, നിങ്ങൾ പറയുന്ന അള്ളണ്ടല്ലോ, ആ അള്ളാഹ് മലക്കുകളുടെ കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് വരി വരിയായി ഞങ്ങളുടെ മുമ്പിൽ അള്ളയും മലക്കുകളും നിൽക്കുന്ന കാഴ്ച കാണിച്ചു തന്നാൽ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരു മനോഹരമായ പളുങ്ക് കൊട്ടാരം, സുന്ദരമായ ഒരു ചില്ലു കൊട്ടാരം ഞങ്ങളുടെ മുമ്പിൽ നിർമ്മിക്കപ്പെട്ട് കാണിച്ചാൽ അത് കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം. ഇനി ഇതൊന്നും വേണ്ട, ഈ നിന്ന നിൽപ്പിൽ നിങ്ങളങ്ങ് ആകാശത്തേക്ക് ഉയർന്നു പോവുക. ആകാശത്തേക്ക് ഉയർന്നുപോയി എന്നതിന്റെ തെളിവായി ഒരു കിതാബുമായി ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരിക. ഈ ഒരു അത്ഭുതം കാണിച്ചാൽ ആ അത്ഭുതം കണ്ടുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ പറയുമ്പോ ആ ജനതയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയാൻ വേണ്ടി പറയാണ്. എന്താ പറയുന്നത്? ഖുൽ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറർ റസൂലാ. പ്രവാചകരെ, അവരോട് നിങ്ങൾ പറയണം, സുബ്ഹാന റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾ ഈ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു തരാൻ കഴിവുള്ള റബ്ബാണ്, ഒരു സംശയവുമില്ല. കുൻ ഫയകൂൻ, അത്രേ വേണ്ടുള്ളൂ. ഒരു സംഭവം ഉണ്ടാവണം എന്ന് അല്ലാഹ് വിചാരിച്ചാല് ആ നിമിഷം ആ സംഭവം ഉണ്ടാവും. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കപ്പലുണ്ടാക്കിക്കൊണ്ട് രക്ഷപ്പെടുത്തി അള്ളാഹുവിന് നിങ്ങൾ പറയുന്ന അത്ഭുതം കാണിച്ചു തരാൻ ഒരു പ്രയാസമില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവാണത്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മാംസത്തിന്റെ തിമിംഗലത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹുവാണത്. അതേപോലെ തന്നെ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മാരകമായ രോഗം മാറ്റി അള്ളയാണത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വാർദ്ധക്യ കാലഘട്ടത്തിൽ ഇസ്മായിൽ എന്ന് പറയുന്ന മകനെ കൊടുത്ത അള്ളയാണത്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിന് തന്റെ ഭാര്യ ഒരു നിലക്കും പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത ഘട്ടത്തിൽ യഹ്യ എന്ന് പറയുന്ന മകനെ കൊടുത്ത അള്ളയാണത്. മറിയം ബീവിയുടെ വയറ്റിൽ നിന്ന് ഒരു ഉപ്പയില്ലാതെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രസവിച്ച അള്ളയാണത്. ആ ഈസാ നബിയെ കൊണ്ട് ചെറിയ തൊട്ടിലിൽ കിടക്കുമ്പോ സംസാരിപ്പിച്ച അള്ളയാണത്. ആ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് വലിയ തോതിൽ മരിച്ചുപോയ മനുഷ്യരെ ജീവിപ്പിക്കുവാനുള്ള കഴിവ് കൊടുത്ത അള്ളയാണത്. ഇങ്ങനെയൊക്കെ കഴിവുള്ള അള്ളാഹ്ക്ക് നിങ്ങൾ പറയുന്ന ഈ അത്ഭുതം കാണിച്ചു തരാൻ ഒരു പണിയില്ല. പക്ഷേ സുബ്ഹാന റബ്ബി ഹൽ കുൻതു ഇല്ലാ ബശറർ റസൂല,
ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനായ പ്രവാചകനാണ്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനായിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ റസൂലാണ് എന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. അതുകൊണ്ട് മനുഷ്യനായി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ആ മനുഷ്യത്വത്തിന്റെ എല്ലാ അടയാളങ്ങളും നിലനിർത്തി മാനുഷികമായ എല്ലാ വികാരങ്ങളിലൂടെയും കടന്നുപോയി ജീവിക്കുന്ന ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ഒരു ജീവിത മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന് ഖുർആൻ പറഞ്ഞ ആ ജീവിത മാതൃക, ആ മാതൃക അനുസരിച്ചുകൊണ്ട് അതിൽ വല്ല കഴമ്പുമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ വിശ്വസിക്കാം. അതല്ലാതെ നിങ്ങൾ പറയുന്ന എല്ലാ അത്ഭുതങ്ങളും കാണിച്ച് ആ അത്ഭുതത്തിന്റെ ഭാഗമായി നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായി മാറണം എന്നല്ല കാര്യം. അതല്ല പ്രശ്നം. അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നാൽ, അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഈമാന് കടന്നുകൂടിയാൽ ആ ഈമാനിന് കരുത്തുണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്ന ഈ ജീവിതത്തിന്റെ വഴിയുണ്ടല്ലോ, ആ വഴി അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജനതയോട് ചോദിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ചതമ്പുരാൻ കൽപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, വമാ മനഅന്നാസ അൻ യുഅ്മിനു ഇദ് ജാഅഹുമുൽ ഹുദാ ഇല്ലാ അൻ ഖാലു അബഅസല്ലാഹു ബശറർ റസൂല. എന്താണ് ആ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാ അവരുടെ മുമ്പിൽ തടസ്സമായി മാറിയത്? അല്ലാഹ് പറയാണ്, വമാ മനഅന്നാസ അൻ യുഅ്മിനു, അവർ ഈമാനുള്ള വിശ്വാസികളായി മാറാതിരിക്കാൻ അവരുടെ മുമ്പിൽ ഒരൊറ്റ തടസ്സം ഉണ്ടായിരുന്നുള്ളൂ. ആ തടസ്സം എന്താണ്? അവരുടെ അടുക്കലേക്ക് വന്നത് മനുഷ്യനായ ഒരു പ്രവാചകനാണ്. മനുഷ്യനായ ഒരു പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോ ഈ മനുഷ്യ സഹജമായ എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരാൾ എങ്ങനെയാണ് പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ കഴിയുക? എന്നിട്ട് വീണ്ടും പറയാണ്, ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽന അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂല. അവരോട് ഒരു കാര്യം കൂടി പറയണം, ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെയുള്ള രണ്ട് കണ്ണും രണ്ട് ചെവിയും ഒരു മൂക്കും ഒരു വായയും രണ്ട് കാലും രണ്ട് കൈകളും ഒക്കെയുള്ള ഈ മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർക്ക് പകരം, മനുഷ്യരായ നിങ്ങൾക്ക് പകരം ഈ ഭൂമിയിൽ മലക്കുകളായിരുന്നെങ്കിൽ പടച്ചതമ്പുരാൻ ഒരു മലക്കിനെ പ്രവാചകനായി നിയോഗിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ജീവിക്കുന്നത് മനുഷ്യന്മാരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനായ പ്രവാചകനെ നമ്മിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് മനുഷ്യനായ ഒരു വ്യക്തിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ അനുസരിച്ച്, അതേപോലെ തന്നെ അല്ലാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിക്കാനും ആ ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്ന് പ്രായോഗികമായി നമ്മുടെ മുമ്പിൽ തെളിയിച്ചു തരികയാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുള്ളത്. ആ റസൂലിന്റെ ജീവിതം ഇത്തിബാ ചെയ്തുകൊണ്ടല്ലാതെ, ആ റസൂലിന്റെ ജീവിതത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഒരാദരവും പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരധ്യാപനങ്ങളെയും നമുക്ക് മുറുകെ പിടിക്കാൻ കഴിയില്ല. മറിച്ച് അതിനെ നമ്മൾ പിൻപറ്റുക. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ ജീവിക്കുക. അള്ളാഹുവിന്റെ റസൂല് എന്തിനു വേണ്ടിയാണോ ജീവിച്ചത് അതിനു വേണ്ടി ജീവിക്കുക. രണ്ട് ചോദ്യങ്ങളാണ്. റസൂല് എങ്ങനെയാണ് ജീവിച്ചത്, റസൂല് എന്തിനു വേണ്ടിയാണ് ജീവിച്ചത്. ഈ രണ്ട് ചോദ്യവും പ്രധാനമാണ്. ആ രണ്ട് ചോദ്യത്തിനും നമ്മുടെ ജീവിതത്തിലൂടെ ഉത്തരം നൽകിക്കൊണ്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ അവകാശമില്ല, നമുക്കൊന്നും പറയാൻ അധികാരമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം നടന്ന ചരിത്രപരമായ ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കണം. എന്റെ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ അധ്യാപനങ്ങൾക്കനുസരിച്ചുകൊണ്ട് പരമാവധി ഞാൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകും. ഇസ്ലാമിനെ കുറിച്ച് വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ, അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അങ്ങേയറ്റം മോശം പ്രചരണങ്ങൾ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ചാട്ടുള്ളി കണക്ക് മറുപടി കൊടുക്കുന്ന വ്യക്തിത്വങ്ങളായി ഞാനും നിങ്ങളുമൊക്കെ മാറുമെന്ന പ്രതിജ്ഞ, അതിന് വലിയ കഴിവൊന്നും വേണ്ട, ഒറ്റ കഴിവേ വേണ്ടുള്ളൂ. അള്ളാന്റെ റസൂല് എന്താണോ പറഞ്ഞത് അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. നാവ് കൊണ്ട് ഒന്നും പറയേണ്ടതില്ല. അള്ളാന്റെ റസൂൽ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ, റസൂലിനെതിരെ, ഖുർആനെതിരെ, അള്ളാഹുവിനെതിരെ വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് മറുപടി പറയുന്ന വ്യക്തിത്വങ്ങളായി മാറാനുള്ള ഒരു പ്രതിജ്ഞയുമാണ് ഈ റബീഉൽ അവ്വൽ യഥാർത്ഥത്തിൽ നമ്മൾ എടുക്കേണ്ടത്.
അപ്പോ ഈ ചരിത്രപരമായ പ്രാധാന്യമുള്ള മാസം തീർച്ചയായും നമുക്കൊരു സാക്ഷിയായി നാളെ പരലോകത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്ന ആ മനോഹരമായ മാതൃക പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.